ഇവളിത് എവിടെ പോയി കിടക്കുക? നായ്ക്കിരിക്കാൻ നേരമില്ല, എന്നാലും നായ് നടന്നിട്ട് ഒരു കാര്യമില്ല എന്നല്ലേ മുത്തശ്ശൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി ഫംഗ്ഷന്റെ കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അത് നിന്റെ അമ്മയുടെ വായി നിന്നെ കേൾക്കണമെന്നില്ല. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ റെഡി. എന്റെ പൂച്ചക്കുഞ്ഞ് എന്താ ഇരട്ടത്ത്? എന്ത് പറ്റി? എന്താ ഉണ്ടായേ? ആ ശരത് തന്നെ. എന്താ അവന്റെ ഉദ്ദേശം? ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ റീജൻസിയിൽ 307 നമ്പർ റൂമിൽ ചെന്നില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും അത്രേ. പലതവണ എന്നെ ഔട്ടിങ്ങിന് വിളിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ എതിർത്തു. ഒടുവിൽ ഇതാ ഭീഷണി. ഒന്നും സംഭവിക്കില്ല. ആ ഫ്ലോട്ടിന്റെ വൃത്തിയായിട്ട നമ്പർ ആയതൊക്കെ. എന്തായാലും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അമ്മ അറിഞ്ഞ അത് മതി. എനിക്ക് പേടിയാവുന്നു. അറിയരുത്. അമ്മ മാത്രമല്ല ആരും. ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ കൂടെ. ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശനും സംശയിക്കാൻ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ പോയി റെഡിയായേ പോ. സമയം വൈകിലോ? നീ ഇതെങ്ങോട്ടാ? സ്റ്റുഡിയോ വരെ. ഈ രാത്രിയിലോ? ഇപ്പഴാ ഓർത്തത്. നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്ത് മലമറിക്കുന്ന ജോലിയായാലും ശരി, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. എന്താ മെയിം സാബ് ഇങ്ങനെ വാശി പിടിച്ചാലോ? ചെയ്യും തൊഴിൽ അന്നമെന്നല്ലേ. ഈ മുത്തശ്ശനാണ് സത്യം. സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞത് നേരെ ഫംഗ്ഷൻ. ഓക്കെ? കണ്ടില്ല അവളുടെ അനുസരണക്കേട്. ഈ മരഞ്ചാടിയോട് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി. വന്നാ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, അത് ഉറപ്പാ. Fifth wedding anniversary celebrations of Brigadier KP Nambiar and Mrs. Sulochana Nambiar. Thank you. Good evening, everybody. Ayyo. Sir, good evening. Good evening. Yes, come in. പ്രതീക്ഷിച്ചില്ല അല്ലേ? പൂജയ്ക്ക് പകരം പിങ്കി. എന്താ ഇഷ്ടായില്ലേ? തന്നെ സമ്മതിച്ചിരിക്കുന്നു. കൊള്ളാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളാരെ കറക്കിയെടുത്ത് മോർഫിംഗിലൂടെ ഒരു ബിസിനസ് ബ്ലാക്ക്മെയിൽ. അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നീ ധരിച്ചത്? നിന്നെ കണ്ട് അവള് ഭ്രമിച്ചു പോയെന്നോ? ഒന്ന് ഭീഷണിപ്പെടുത്തിയാ പേടിച്ചു വരേണ്ട സർവ്വത നിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുമെന്നോ? ഒന്ന് മോഹിച്ചു പോയി എന്ന് കരുതി ഇത്തരം വൃത്തികെട്ട തന്ത്രങ്ങളുമായി വന്ന് ആ പാവത്തിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എന്താ ഭീഷണിയാ? അതേടാ, ഭീഷണി തന്നെയാ. നീ ടോസ് ചെയ്ത അതേ നാണയം കൊണ്ട് തന്നെ നിന്നെ ഞാൻ കുരുക്കും. ഇത് സാക്ഷാൽ ഗന്ധർവൻ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപക് ശർമ്മയുടെ സീമന്തപുത്രി പൂനം ശർമ്മ. ഇനി വീരശൂര പരാക്രമിയായ ഈ കാമദേവൻ ചേട്ടന്റെ പ്രണയക്കേളികൾ നോക്കിയേ.
കൂടാതെ ഈ ലീലാവിലാസങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കപ്പെടും. അറിയാലോ, ഈ പെങ്കൊച്ചിന് ചുമ്മാ ഒന്ന് കമന്റ് അടിച്ചു പോയതിന് പാവം ഒരു MBA വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വേര് തോണ്ടി കഷായം കാച്ചിയവനാ കമ്മീഷണർ. ചേട്ടൻ പേടിച്ചു അല്ലേ? ഇതൊരു സാമ്പിൾ മാത്രം. കാലം മാറി മോനെ. ഇത്തരം ചപ്പടാച്ചി വേലകൾ കൊണ്ടൊന്നും ഇനി പെമ്പിള്ളാരെ പാട്ടിലാക്കാൻ പറ്റില്ല. ഒലിപ്പീരുമായി ഈ ചോക്ലേറ്റ് കുട്ടപ്പനെ ഇനി ആ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ. മോളെ, മോളെന്താ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പിന്നെ എന്റെ ഒരു ഗസ്റ്റിനെ കാണാൻ വന്നതാ. ഈ രാത്രിയിലോ? ആരാ ഗസ്റ്റ്? അങ്കിളിന്റെ ആളെ അറിയില്ല. സ്റ്റുഡിയോയിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാൻ പോട്ടെ. How are you, madam? What's up in your life? Where's Pinky? Excuse me. ഹലോ, How are you? മോളങ്ങ് വളർന്നു പോയല്ലോ. ഞാൻ പോട്ടെ അങ്കിൾ. എന്തായി? എല്ലാം ഓക്കെ. ആ ഫ്ലേർട്ടിന്റെ നട്ടല് പിഴുതെടുത്താ ഞാൻ വരുന്നത്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്റെ പൂച്ചക്കുട്ടി, ഇനി ടെൻഷനൊന്നും വേണ്ട. ഹേയ് മാം, നിൽക്കും. എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? സ്റ്റുഡിയോയിലെ ജോലി തീർന്നു, ദേ ഞാൻ നീ മിണ്ടരുത്. ഹായ് ഡോക്ടർ. ഹലോ, ആരാ ഇവരൊക്കെ? ഇതിന്റെ മോളാ പൂജ. എന്ത് ചെയ്യുന്നു? ടീച്ചറാ. ഓ വെരി ഗുഡ്. ഇത് ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. സോറി. ഓക്കെ. ഹായ്, ഇതാര് പിങ്കി മോളോ? എന്താ പശുക്കിടാവിനെ പോലെ തനിച്ച് നിന്നായ കിടക്കുന്നത്? ചുമ്മാ. നോ, ഐ ഹാവ് ടു അഡ്വൈസ് യു. തന്റെ കോമാളി ഷോ ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് വെരി ബോറിംഗ്, ഗുഡ് ഫോർ നത്തിങ്. കോളനിയിലെ ലോക്കൽസിനൊപ്പം കൂടി ഒരു ബഫൂൺ കളി. ദാറ്റ് ഇസ് നോട്ട് പിങ്കി ഷോ, ഇറ്റ്സ് മങ്കി ഷോ. പ്ലീസ് അങ്കിൾ, ഞാനിപ്പോ നല്ല മൂഡിലല്ല, വിട്ടേക്ക്. No, 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 no. You have to listen to me. You know, we will lose our culture and dignity if you move with these sort of low-class people. It will not affect you, but it will affect the goodwill of Rajalakshmi. You know, you should follow the European culture. പോടാ പട്ടി. What? പോടാ യൂറോപ്യൻ പട്ടി. സബ്ജി ഫിഷ് കട്ട്. Haji, Haji, Haji. Thank you very much, ladies and gentlemen. എന്റെ ഈശ്വര, അപ്പൊ VIP-കൾക്കിടയിലുണ്ട് കുറുക്കന്മാർ. എന്താ പറ്റി? പെട്ടെന്ന് തിരിച്ചല്ലോ. ഫംഗ്ഷൻ കൊളായി. ഏതോ തല തിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ? ഹമ്പടി കേമി, അത് നീയായിരുന്നു. സത്യം പറയാലോ, ലൈറ്റ് പോയത് കൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപ ടപാന്ന് 4 എണ്ണം അടിച്ചു. അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞു ഒന്ന് കൂവാൻ പറ്റി. ഇങ്ങനെ വായ തുറന്നൊന്ന് കൂവിയിട്ട് കാലം എത്രയായിന്നറിയോ? പക്ഷെ കുടിച്ചതൊക്കെ ഇറങ്ങി. സ്മാളുണ്ടാ? മോളുണ്ടോന്ന് ചോദിക്കായിരുന്നു. അത്താഴ പട്ടിണി കിടക്കരുതല്ലോ. എനിക്കറിയാം, ഇത്രയൊക്കെ അവിടെ ഒപ്പിക്കണമെങ്കിൽ അത് ഇവളെ കൊണ്ടേ പറ്റുള്ളൂന്ന്. അതെ, ഞാൻ തന്നെയാ ചെയ്തത്. എനിക്കിപ്പോ അറിയണം ഞാൻ നിങ്ങളുടെ ആരാ. എന്നെ മോളെന്ന് പരിചയപ്പെടുത്തിയ ലഫ്റ്റനന്റ് കേണൽ രാജലക്ഷ്മിയുടെ മാനം കപ്പൽ കയറോ? എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും? സ്റ്റുഡിയോയിലേക്ക് കള്ളം പറഞ്ഞ് എവിടെയാ നീ പോയത്? ഹോട്ടലില്. ഞങ്ങളോടൊക്കെ നുണ പറഞ്ഞ് നീ ആരെ കാണാനാ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയില്ല. കള്ളം മനസ്സിലുള്ളപ്പോ അവൾ എങ്ങനെ അത് പറയും? അതെ, ഞാൻ പലയിടത്ത് പോകും, പലരെയും കാണും. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മാനം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല.